അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മഹാനായ ഒരൊറ്റ വ്യക്തിയേയുള്ളൂ. എല്ലാവരെക്കാളും ശ്രേഷ്ഠത കൽപ്പിക്കപ്പെടുന്ന, മഹത്വം കൽപ്പിക്കപ്പെടുന്ന ഒരാളാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പോലും സ്ഥിതി എന്തായിരുന്നു? അവിടുത്തേക്ക് എല്ലാം കാണാൻ കഴിവുണ്ടോ? അവിടുത്തേക്ക് എല്ലാം കേൾക്കാൻ കഴിവുണ്ടായിരുന്നുവോ? അവിടുത്തേക്ക് എല്ലാം അറിയാൻ കഴിവുണ്ടായിരുന്നുവോ? ആരാണ് പറയേണ്ടത്? ആരാണ് മനസ്സിലാക്കിയത്? നബിതങ്ങളിൽ നിന്ന് ഇസ്ലാം പഠിച്ചിട്ടുള്ള സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എന്താ പഠിച്ചത്? അവരുടെ വിശ്വാസം എന്തായിരുന്നു? നമ്മൾ ആലോചിച്ചു നോക്കൂ. നബി തങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും നമ്മുടെ വിളി കേൾക്കും എന്നതായിരുന്നുവോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം? ഉമർ റളിയല്ലാഹു അൻഹു ആ വിശ്വാസക്കാരനായിരുന്നുവോ? സ്വഹാബാക്കളിൽ ആരെങ്കിലും, പുരുഷന്മാരോ സ്ത്രീകളോ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും ഞങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും നബി തങ്ങൾ ഞങ്ങളുടെ വിളി കേൾക്കും എന്ന വിശ്വാസമുണ്ടായിരുന്നുവോ? ഈ ചോദ്യം നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം. എന്നിട്ട് ഉത്തരം കണ്ടെത്തണം. എന്താ ഉത്തരം? നബി തങ്ങളെ കുറിച്ച് അവരങ്ങനെ വിശ്വസിച്ചിട്ടില്ല. എല്ലാം കേൾക്കാൻ അല്ലാഹ്ക്കേ കഴിയൂ. നബി തങ്ങളുടെ കേൾവിക്ക് പരിധിയുണ്ട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്വഹാബാ പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ അവർ നബി തങ്ങൾ എവിടെയാണുള്ളത് എന്ന് അന്വേഷിച്ച് നബി തങ്ങളുടെ സന്നിധിയിൽ തന്നെ എത്തുന്നു. എന്താ കാരണം? നബി തങ്ങളുടെ സന്നിധിയിൽ നിന്നല്ലാതെ വീട്ടിൽ നിന്നോ ദൂരദിക്കിൽ നിന്നോ നബി തങ്ങളെ വിളിച്ചാൽ അവിടുന്ന് കേൾക്കൂല, ഉത്തരം ചെയ്യാനാവില്ല. അതുകൊണ്ട് പറയാനുള്ളത് പറയാൻ നബി തങ്ങൾ എവിടെയാണുള്ളതെങ്കിൽ അവിടേക്ക് വരുന്നു. നിങ്ങൾ നോക്കൂ, ഒരു സംഭവം. മദീനയിൽ മഴയില്ലാതെ വിഷമിച്ചു, സഹാബത്ത് വിഷമിച്ചു, ജനങ്ങളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടി, കാലികൾ ചത്തൊടുങ്ങി, വെള്ളമില്ല, ദുരിതത്തിലായി, ദുരിതക്കയത്തിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബത്ത് വന്നുകൊണ്ട് അവിടുത്തോട് പറയുന്നു, നബിയേ, ആകെ നഷ്ടത്തിലാണ്, ആകെ കഷ്ടത്തിലാണ് നബിയേ. അതുകൊണ്ട് അല്ലാഹുവിനോടൊന്ന് ദുആ ഇരക്കണേ, അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണേ നബിയേ. ഞങ്ങൾക്ക് മഴ തരാൻ വേണ്ടി അല്ലാഹുവിനോട് തങ്ങളൊന്ന് ദുആ ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഴയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് സഹാബത്ത് വരികയാണ്. എന്തേ? അവർക്ക് അവരുടെ വീട്ടിൽ വെച്ചത് വിളിച്ചു പറഞ്ഞാൽ പോരെ? വീട്ടിൽ നിന്ന് വിളിക്ക, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മഴയില്ല, തങ്ങൾ ദുആ ചെയ്യണം. അത് വീട്ടിൽ വെച്ച് പറയാതെ നബിതങ്ങളുള്ള പള്ളിയിലേക്ക് വരുന്നു. കാരണം അവിടെ വന്ന് സംസാരിച്ചാലേ നബിതങ്ങൾ കേൾക്കുകയുള്ളൂ. കാണേണ്ടവർക്ക് നബിതങ്ങളെ കാണണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് തന്നെ വരുന്നു. അവിടുത്തോട് പറയാനുള്ളത് പറയുന്നു, ചോദിക്കാനുള്ളത് ചോദിക്കുന്നു. അവിടുത്തെ കാഴ്ചയുടെ പരിധിയാണത്. അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങുകയാണെങ്കിൽ സഹാബിമാരതാ ഉണരുവോളം കാത്തു നിൽക്കുന്നു. എന്താ കാരണം? ഉറങ്ങുമ്പോ അവിടുത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഉണരട്ടെ എന്ന് കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ അറിവ് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടേറെ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ സഹാബിമാർക്കിടയിൽ നടന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അറിയാത്തതായിട്ടുണ്ടായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ അതിനുണ്ട്. ഒരിക്കലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് ശത്രുക്കളായ ആളുകളാ കടന്നു വരുന്നത്. ഈ ശത്രുക്കൾക്ക് എന്താ ആവശ്യം? അവർക്ക് ഒരു കളവ് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ നിന്ന് ഖുർആൻ പഠിച്ചിട്ടുള്ള ചില നല്ലവരായ പണ്ഡിതന്മാരെ അവരുടെ നാട്ടിലേക്കെന്ന വ്യാജേന കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരെ വഴിക്ക് വെച്ച് കൊന്നുകളയണം എന്ന ആശയോടുകൂടി വന്ന ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ആവശ്യം പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിനതാ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത്, ജനങ്ങൾ ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത്, അതിനേക്കാൾ അവിടുത്തേക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം വേറെയില്ലല്ലോ.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി വളരെ പ്രാപ്തിയുള്ള ധാരാളക്കണക്കിന് പണ്ഡിതന്മാരെ ഇവരെ വിശ്വസിച്ച് ഇവരുടെ കൂടെ പറഞ്ഞയച്ചു കൊടുക്കുന്നു. കുറച്ചു ദൂരെ അങ്ങ് എത്തിയപ്പോ ഇവരെയൊക്കെ ശത്രുക്കൾ കൊന്നുകളയുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മനസ്സിലായില്ല ഈ മുമ്പിൽ വന്ന് നിൽക്കുന്നവന്റെ ഉള്ളിലിരിപ്പ് നബി തങ്ങൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവിടുന്നതാ ഖുർആൻ പഠിപ്പിക്കാൻ എന്ന വ്യാജേന അവരാവശ്യപ്പെട്ടപ്പോൾ പണ്ഡിതന്മാരെ വിട്ടുകൊടുക്കുകയാണ്, കൊല്ലാൻ വിട്ടുകൊടുക്കുകയില്ലല്ലോ. അവിടുത്തേക്ക് മനസ്സിലായിട്ടില്ല, അതവിടുത്തെ അറിവിന്റെ പരിധിയാണ്. അല്ലാഹ് അറിയിച്ചു കൊടുക്കാത്ത കാര്യങ്ങൾ അറിയാൻ അവിടുത്തേക്കും സാധ്യമല്ല.